ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധനീസ് കിച്ചൻ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഷുഗറോ അല്ലെങ്കിൽ മിൽക്കോ വിപ്പിംഗ് ക്രീമോ ഒന്നും തന്നെ ഇതിലേക്ക് ചേർത്തിട്ടില്ല. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും ഈ ഒരു ഐസ്ക്രീം കഴിക്കാൻ പറ്റുന്നതാണ്. കൊളസ്ട്രോളൊക്കെ ഉള്ള രോഗികൾക്കാണെങ്കിൽ പോലും ഈ ഒരു ഐസ്ക്രീം അവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സാധാരണ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് വേണ്ടത് റോബസ്റ്റ പഴമാണ്. അപ്പോൾ ഞാനിവിടെ 2 റോബസ്റ്റ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാനൊരു 2 റോബസ്റ്റ പഴം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ആദ്യം ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതേപോലെ പഴമൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. ഇങ്ങനെ അരിഞ്ഞെടുത്ത പഴം ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അത് നല്ല ഐസ് പോലെ കട്ടയായിട്ട് കിട്ടണം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 13 അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 5 ഡേറ്റ്സ് ആണ്. മധുരത്തിന് വേണ്ടിയിട്ടാണ്, പഞ്ചസാരക്ക് പകരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഡേറ്റ്സ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ അകത്തുള്ള കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് മുറിച്ച് വെക്കണം. ഇപ്പം ബനാനയൊക്കെ നന്നായിട്ട് ഫ്രീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് ഈ ഫ്രീസ് ചെയ്തെടുത്ത പഴമൊക്കെ ഇതേപോലെ ഒരു കത്തിയോ അല്ലെങ്കിൽ സ്പൂണോ വെച്ച് ഒന്ന് അടർത്തി എടുത്തിട്ട് ഈ ഒരു മിക്സിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാ പഴങ്ങളും ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. പഴം ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നേരത്തെ അരച്ച് വെച്ച അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ നേരത്തെ മുറിച്ച് മാറ്റി വെച്ച ഈത്തപ്പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത ഈ ഒരു കൂട്ടിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ ചോക്ലേറ്റ് സിറപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് ബദാം ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരച്ചെടുത്ത ബാക്കി മിക്സ് കൂടി അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് തട്ടിയതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ വീണ്ടും കുറച്ച് ബദാം കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ബദാം മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു നേരിയ പ്ലാസ്റ്റിക് ഷീറ്റ് ഇതുപോലെ ഒന്ന് അതിനകത്തേക്ക് ഈർപ്പം ഒന്ന് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നേരിയ പ്ലാസ്റ്റിക് ഷീറ്റ് ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. ഒരു 6-7 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഇത് എടുത്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം നന്നായിട്ട് അത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ്ക്രീം ഇതേപോലെ ഒന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഒരു ഐസ്ക്രീമിന് അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് കുറവൊന്നുമില്ല. നമ്മുടെ സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ഐസ്ക്രീമിൻ്റെ അതേ ടെക്സ്ചറിൽ നമുക്ക് ഇങ്ങനെ വീട്ടിൽ അധികം പഞ്ചസാരയോ ക്രീമോ ഒന്നും തന്നെ ചേർക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.